ഇന്ത്യൻ സിനിമ കളക്ഷനിൽ വീണ്ടും അതിൻ്റെ പ്രതാപകാലം വീണ്ടെടുക്കുകയാണോ? കഴിഞ്ഞ 2 മാസങ്ങളിൽ ഇന്ത്യയിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പറയുന്നത് അതേ എന്ന് തന്നെയാണ്. കേരളത്തിൽ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ റിലീസ് ചെയ്ത മലയാള ചിത്രങ്ങളിൽ ഭൂരിഭാഗവും നഷ്ടക്കച്ചവടമാണെന്ന് നിർമ്മാതാക്കൾ അലമുറയിടുന്നതിനിടെയാണ് ഓർമാക്സ് മീഡിയയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ജനുവരിയിലും ഫെബ്രുവരിയിലുമായി 2264 കോടി രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ സിനിമകളുടെ ഗ്രോസ് കളക്ഷൻ. കഴിഞ്ഞ വർഷം ഇതേ സമയം നേടിയതിനേക്കാൾ 39% വർധന. ഇന്ത്യൻ സിനിമാ മേഖല വീണ്ടും ശക്തി പ്രാപിക്കുന്നതിൻ്റെ സൂചനയാണ് ഇതെന്നും റിപ്പോർട്ട് പറയുന്നു. ജനുവരി, ഫെബ്രുവരി മാസങ്ങളുടെ മൊത്തം കണക്കുകൾ എടുക്കുമ്പോൾ വിക്കി കൗശൽ നായകനായ ബോളിവുഡിൽ നിന്നുള്ള പ്രൊപ്പഗാൻഡ ചിത്രം ചാവയാണ് കളക്ഷനിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഫെബ്രുവരി 14 റിലീസായ ചിത്രം 657 കോടി രൂപ ഇതുവരെ കളക്ട് ചെയ്തെന്നാണ് റിപ്പോർട്ട്. തൊട്ടു പിന്നിൽ വെങ്കടേഷ് നായകനായ തെലുങ്ക് ചിത്രം സംക്രാന്തിക്ക് വസ്തുനമാണ്. 222 കോടിയാണ് ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ. ശങ്കർ രാംചരൺ ചിത്രം ഗെയിം ചേഞ്ചർ 153 കോടി, അക്ഷയ് കുമാർ ചിത്രം സ്കൈഫോഴ്സ് 130 കോടി, പ്രദീപ് രംഗനാഥൻ നായകവേഷത്തിലെത്തിയ തമിഴ് ചിത്രം ഡ്രാഗൺ 122 കോടി എന്നിവയാണ് കളക്ഷനിൽ മുന്നിലുള്ള ചിത്രങ്ങൾ. ഈ ലിസ്റ്റിലെ ആദ്യ 10-ൽ ഒരു മലയാള സിനിമ പോലുമില്ല. എന്നാൽ ഫെബ്രുവരി മാസത്തെ മാത്രം കളക്ഷൻ റിപ്പോർട്ട് എടുത്താൽ ആദ്യ 10-ൽ ഒരു മലയാള സിനിമയുമുണ്ട്. ഫെബ്രുവരി 20-ന് പുറത്തിറങ്ങിയ ജിത്തു അഷ്റഫിന്റെ കുഞ്ചാക്കോ ബാബൻ ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണത്. ചിത്രം 39 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെന്നാണ് ഓർമാക്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ 13 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രത്തിന് കേരളത്തിൽ നിന്ന് 11 കോടി മാത്രമാണ് നേടാനായത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിട്ട റിപ്പോർട്ട്. അതേസമയം ഫെബ്രുവരി ലിസ്റ്റിലെ സർപ്രൈസിംഗ് ഫാക്ടർ 2 റീ റിലീസ് ചിത്രങ്ങളാണ്. 40 കോടി നേടിയ ബോളിവുഡ് ചിത്രം സനം തേരി കസം, 28 കോടി നേടിയ ഹോളിവുഡ് ചിത്രം ഇന്റർസ്റ്റെല്ലാറുമാണത്. മാർവലിന്റെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് 27 കോടി നേടി ഇന്റർസ്റ്റെല്ലാറിനും താഴെയാണ്. 1245 കോടി രൂപയാണ് ഫെബ്രുവരിയിലെ മൊത്തം ഗ്രോസ് കളക്ഷൻ. ജനുവരിയിൽ ഇത് 1019 കോടിയായിരുന്നു. ജനുവരി മാസം റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ മുൻ പത്തിയിലുള്ളത് 222 കോടി നേടിയ തെലുങ്ക് ചിത്രം സംക്രാന്തിക്ക് വസ്തുനമാണ്. ജനുവരിയിലെ ലിസ്റ്റിൽ ആദ്യ 10-ലുള്ള ഏക മലയാള ചിത്രം ആസിഫ് അലിയുടെ രേഖാചിത്രമാണ്. റീ റിലീസായെത്തിയ ബോളിവുഡ് ചിത്രം യേ ജവാനി ഹേ ദിവാനിയും ലിസ്റ്റിലുണ്ട്. ലാംഗ്വേജ് വൈസ് കളക്ഷൻ നോക്കുമ്പോൾ ഹിന്ദിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആദ്യ 2 മാസങ്ങളിലായി നേടിയ 2264 കോടിയിൽ 45% ഹിന്ദി ചിത്രങ്ങളുടെ സംഭാവനയാണ്. 2024-ലെ ഹിന്ദി സിനിമകളുടെ ആകെ വിപണി വിഹിതം 40%. തൊട്ടു പിന്നിൽ 26% തെലുങ്കാണുള്ളത്. സംക്രാന്തിക്ക് വസ്തുനം, ഗെയിം ചേഞ്ചർ, ബാലയ്യയുടെ ഡാക്കു മഹാരാജ് എന്നീ സിനിമകൾ നേടിയ കളക്ഷനാണ് തെലുങ്ക് 2ാം സ്ഥാനത്തെത്താൻ കാരണം. 15% കോളിവുഡിന്റെ കോൺട്രിബ്യൂഷൻ. ഇതിനു പിന്നിൽ 7%വുമായി 4ാം സ്ഥാനത്താണ് മലയാളം. ഓഫീസർ ഓൺ ഡ്യൂട്ടിയും രേഖാചിത്രവുമാണ് മലയാളത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. 2024-ൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ ഗ്രോസ് കളക്ഷൻ 11,833 കോടി രൂപയായിരുന്നു. ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ സെക്കൻഡ് ബെസ്റ്റ് ഇയർ ആയിരുന്നു അത്. 12,226 കോടി രൂപ നേടിയ 2023 ഏറ്റവും മുന്നിൽ. കഴിഞ്ഞ വർഷം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 500 കോടിക്ക് മുകളിൽ നേടാനായത് ആകെ 3 ചിത്രങ്ങൾക്കാണ്. അല്ലു അർജുന്റെ പുഷ്പ 2, പ്രഭാസിന്റെ കൽക്കി, ബോളിവുഡ് ചിത്രം സ്ത്രീ 2 എന്നിവയാണത്. ഈ വർഷം ഇനിയും എല്ലാ ഭാഷകളിലും വമ്പൻ റിലീസുകൾ വരാനുണ്ട്. മലയാളവും എമ്പുരാനിലൂടെ പാൻ ഇന്ത്യൻ ലെവലിൽ ബോക്സ് ഓഫീസ് കീഴടക്കാനായി എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചത് മുതൽ എമ്പുരാൻ നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയിരുന്നു. ഇതുകൂടാതെ വിക്രത്തിന്റെ വീരധീര സൂരൻ, അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി, സൽമാൻ ഖാന്റെ സിക്കന്ദർ, മമ്മൂട്ടിയുടെ ബസൂക്ക, ഹൃത്തിക് റോഷന്റെ വാർ 2, സൂര്യയുടെ റെട്രോ, യഷിന്റെ ടോക്സിക്, അങ്ങനെ 2025-ൽ നിരവധി വലിയ ചിത്രങ്ങളാണ് തിയേറ്ററിൽ എത്തുന്നത്. 2023-ലെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകൾ ഈ വർഷം തിരുത്തി കുറിച്ചേക്കുമെന്ന സൂചനയാണ് ആദ്യ 2 മാസങ്ങളിലെ കളക്ഷന്റെ കണക്കുകളും പറയുന്നത്.